എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നലെ ബാങ്ക് നിഫ്റ്റിയുടെ ട്രേഡിംഗ് സെറ്റപ്പ് പറഞ്ഞിരുന്നു. അതായത് ഇന്ന് ട്രേഡിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ബയ്യേഴ്സിന് വേണ്ടിയുള്ള ടിപ്സ് ഇന്നലെ കൊടുത്തിരുന്നു. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. 49,975 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ പോവാം. അതേപോലെ 48,922 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ വരാമെന്നുള്ളത്. പക്ഷേ ഏറ്റവും കൂടുതൽ അത് പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്യാൻ സാധ്യതയില്ല. 4-5 ദിവസങ്ങൾ ഇങ്ങനെ ഒരു കൺസോൾട്ടേഷനിലൂടെ പോയി കണ്ടാണ് അത് പിന്നീട് മുകളിലേക്ക് പോകാൻ സാധ്യത അല്ലെങ്കിൽ താഴേക്ക് വരാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഇന്ന് നല്ലൊരു സൈഡ് വേസ് കൂടെ തന്നെയായിരുന്നു. നമ്മുടെ ആ പറഞ്ഞ ഭാഗങ്ങൾ ക്രോസ് ചെയ്തിട്ടില്ല. ഒരു സൈഡ് വേസിലൂടെ നമുക്ക് പരമാവധി പ്രോഫിറ്റുകളൊക്കെ ഇന്ന് ബുക്ക് ചെയ്യാൻ സാധിച്ചു. സത്യത്തിൽ ഒരു ചെറിയ ഇതുപോലുള്ള സൈഡ് വേസുകളാണ് നമ്മളെപ്പോലുള്ള ഓപ്ഷൻ ബയ്യേഴ്സിന് സ്യൂട്ടബിൾ ആവുക. ഇന്നൊക്കെ നല്ല പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റി അങ്ങനെയായിരുന്നു. അതേപോലെ തന്നെ നിഫ്റ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട പോയിൻ്റ് പറഞ്ഞു. അതിന് മുകളിൽ പോവുകയാണെങ്കിലും താഴെ വരികയാണെങ്കിലും നിങ്ങൾ ട്രേഡ് എടുക്കാം എന്നുള്ളത്. പക്ഷേ മാർക്കറ്റ് നോക്കൂ, ഒരു കൺസോൾട്ടേഷനിൽ തന്നെയാണ്. 4-5 ദിവസം ഇത് ഇങ്ങനെ ഒരു ഏരിയയിൽ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കാനുള്ള സാധ്യതയാണ്. അതിനുശേഷം ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുത്ത് മുകളിലേക്ക് പോകാം. ഇനി നമുക്ക് നാളെ ബാങ്ക് നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാം, ഏതെല്ലാം ലെവലുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി പോകാം എന്നുള്ളത് നോക്കാം. നമ്മൾ ഈ ഒരു 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിവിടെ പ്രീവിയസ് ഹൈ മാർക്ക് ചെയ്യണം. നമ്മുടെ പ്രീവിയസ് എന്ന് പറയുമ്പോൾ 23,338. ഓക്കെ, 1 ഡേ ടൈം ഫ്രെയിമിൽ ലോ, അതായത് പ്രീവിയസ് ലോ എന്ന് പറയുന്നത് 22,680. ഓക്കെ, നമുക്ക് ഈ ഒരു 2 ലെവല് നോട്ട് ചെയ്യാം. ഇതിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് ട്രേഡ് എടുത്ത് പോകാം. അതേസമയം ഇല്ല, ഇനി താഴേക്കാണ് വരുന്നതെങ്കിൽ താഴെ വന്ന് നമുക്ക് താഴേക്കും ട്രേഡ് എടുത്ത് പോകാം. 1 ഡേ ടൈം ഫ്രെയിമാണിത്. നമ്മൾ 1 അവറിലേക്ക് മാറ്റുമ്പോൾ പ്രീവിയസ് ആയി 22,340 ആ ലെവലിൽ തന്നെയാണ്. പക്ഷെ നമ്മൾ ഇവിടെ വന്നിട്ട് പ്രീവിയസ് ലോ വന്ന് നമ്മൾ മാറ്റി കൊടുക്കണം. 22,680 എന്ന് പറയുമ്പോൾ വലിയ ഒരു ഗ്യാപ്പ് ആയിട്ടുണ്ട്. 1 ഡേ ടൈം ഫ്രെയിമിലാണത്. ഈ ഒരു പ്രീവിയസ് ലോയിൽ കൊണ്ടുപോയിട്ട് 1 അവർ ടൈം ഫ്രെയിമിൽ നമുക്ക് വയ്ക്കാം. 23,000 ഇവിടെ ഒരു സപ്പോർട്ട് കൂടെ ഉണ്ട്. സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകാനും സാധ്യത ഉള്ള ഒരു മേഖലയാണിത്. അപ്പോൾ ആ സപ്പോർട്ട് എടുക്കാതെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് എൻട്രി എടുത്ത് പോകാം. ഓക്കെ, 23,060 കേട്ടോ. ഇല്ല, നമുക്ക് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് മുകളിലേക്ക് എടുത്ത് പോകാം. ഇതിനിടയിൽ നമുക്ക് ട്രേഡ് സെറ്റപ്പ് നടത്താം. വേണമെങ്കിൽ കൺസോൾട്ടേഷൻ ആവണമെങ്കിൽ സൈഡ് വേയിലൂടെ മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ചിൽ ഇന്നലെ പറഞ്ഞ രൂപത്തിൽ ചെറിയ ചെറിയ പാറ്റേണുകൾ ഫോം ആവും. അവിടെ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. ഈ പാറ്റേൺ നോക്കുന്നതോടൊപ്പം തന്നെ അതിൽ പ്രൈസ് ആക്ഷൻ കൂടെ യൂസ് ചെയ്തിട്ട് പരമാവധി നമുക്ക് ട്രേഡ് എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും. ഓക്കെ, അപ്പോൾ നിഫ്റ്റി സെറ്റപ്പ് ഇതാണ്. ബാങ്ക് നിഫ്റ്റി 1 അവറിൽ പറഞ്ഞില്ല. ഓക്കെ, വീണ്ടും ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരാം. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് 2 പ്രിവ്യൂസ് ഹൈ കിട്ടുന്നുണ്ട്. ഒന്നിപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് 51,136-33 കേട്ടോ. രണ്ടാമത്തെ പ്രിവ്യൂസ് ഹൈ പറയുന്നത് ഈ ഒരു റേഞ്ചിൽ വരും. 50,000 ഇവിടെ 50,100 വരും. അതേപോലെ തന്നെ നമുക്ക് പ്രിവ്യൂസ് ലോ എന്ന് പറയുന്നത് 48,970. ഞാൻ ഇതിൻ്റെ കളറൊന്ന് മാറ്റാം, ഒരുപാട് ലൈനുള്ളത് കൊണ്ട് കൺഫ്യൂഷൻ ആവണ്ട. ഈ ഒരു കുറച്ച് കട്ടി കൊടുക്കാം. ഓക്കെ, 48,972 ഒരു പ്രിവ്യൂസ് ലോ. രണ്ടാമത്തത് ഈ ഒരു റേഞ്ചിൽ വരും, 48,240. ഇങ്ങനെ 2 പ്രിവ്യൂസ് ലോവും പ്രിവ്യൂസ് ഹൈയും വരും. അപ്പോൾ നമുക്ക് 1 അവർ ടൈം ഫ്രെയിമിൽ ട്രേഡിങ് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ 50,100 ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അപ്സൈഡിലേക്ക് ട്രേഡ് എടുത്ത് പോകാം. അല്ല, ഇനി താഴേക്കാണ് വരുന്നതെങ്കിൽ 48,972 ഇവിടെ സപ്പോർട്ടുണ്ട്. അപ്പോൾ ഈ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് താഴേക്കും എടുത്തു വരാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ സെറ്റപ്പ് നാളേക്ക് ഇങ്ങനെയാണ്. ഓക്കെ, ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ രൂപത്തിൽ കുറച്ച് ദിവസം ഒരു കൺസോൾട്ടേഷനിൽ കൂടെ തന്നെയായിരിക്കും പോകാനുള്ള സാധ്യത കൂടുതൽ. പെട്ടെന്നൊരു ഹ്യൂജ് അപ്പ് മൂവ്മെൻറ്റോ ഹ്യൂജ് ഒരു ഫോളോ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല.
ഇന്നലെ 2 ട്രേഡ് കൊടുത്തതിൽ 2 സ്റ്റോക്ക് കൊടുത്തതിൽ ഇൻട്രാഡേക്ക് വേണ്ടി കൊടുത്തതിൽ 1067 ടാറ്റ കെമിക്കൽസ് ആയിരുന്നു ഒരെണ്ണം. നമ്മൾ 1067 ട്രേഡ് എടുക്കാൻ വേണ്ടി 2 ദിവസം മുന്നേ തന്നെ കൊടുത്തതാണ്. പക്ഷേ അത് അന്ന് ബ്രേക്ക് ചെയ്തിരുന്നില്ല. ഇന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് 1064 1060 ലോ ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് പോയി 1093 വരെ പോയിട്ടുണ്ട്, 1097 വരെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ടാർഗറ്റാണ് കൊടുത്തിരുന്നത് 1085 വരെ. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ശൈലിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ എല്ലാവർക്കും അറിയാം, വീഡിയോ കാണുന്നവർക്ക്. അപ്പോൾ അതിൽ നല്ലൊരു പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തത് EI ഹോട്ടലായിരുന്നു. EI ഹോട്ടൽ 444 എൻട്രിയാണ് പറഞ്ഞത്, 444. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ ബൈ എൻട്രി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് 448 പക്ഷെ അവിടുന്ന് താഴെ വന്നിട്ടുണ്ട്. അത് 455 വരെ പോയിട്ടാണ് താഴെ വന്നിരിക്കുന്നത്. 1 അവർ ക്യാൻഡിൽ നോക്കുമ്പോൾ നമുക്ക് 5 മിനിറ്റ് ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാലാണ് എൻട്രി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ. 448 ഓപ്പൺ ചെയ്തു, 446 വരെ വന്നിട്ടാണ് മുകളിലേക്ക് പോയത്. അതുകൊണ്ട് എൻട്രി എടുത്തിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ഏതായിരുന്നാലും 444 വന്നിട്ടില്ല, 444 നമ്മുടെ ബൈ എൻട്രി. 444 വരട്ടെ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിട്ടുള്ളവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഇല്ല, 446 മുകളിലേക്ക് പോകുന്നു എന്ന് തോന്നിയവർക്ക് ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാവും. കാരണം 448 ഓപ്പൺ ചെയ്തിട്ടാണല്ലോ താഴേക്ക് വന്നത്. അപ്പോൾ 446 വരെ വന്നു, 446 60 വരെ വന്നിട്ടുള്ളൂ. അതിനുശേഷം മുകളിലേക്ക് പോവുമായിരുന്നല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവാം. അങ്ങനെ എടുത്തവർക്ക് 454 വരെ പോയിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 448 450 454 വരെ പോയി. എടുത്തവർക്ക് പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. കൂടുതൽ ആളുകളും എടുത്തിരിക്കാൻ സാധ്യതയില്ല. അതേസമയം വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് 444 വരാതെ 446 60 തൊട്ട് മുകളിലേക്ക് പോയി. പിന്നീട് അവിടെ നിന്ന് നെക്സ്റ്റ് ക്യാൻഡിൽ അവിടെ ഒരു ചെറിയ കൺസോൾട്ടേഷനിൽ നിന്നിട്ട് മൂന്നാമത്തെ 5 മിനിറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. മൂന്നാമത്തെ ക്യാൻഡിൽ താഴേക്ക് വന്നു, 438 വന്നു. 438 വന്ന സ്ഥിതിക്ക് 444 ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് 444 എടുത്തിട്ടുള്ളവർക്ക് ഈ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ എടുക്കാൻ പാടില്ല. നമ്മളെപ്പോഴും ടെലഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്ന കാര്യമുണ്ട്. നമ്മളൊരു സിഗ്നൽ തന്നു കഴിഞ്ഞാൽ, അതായത് ഇതിപ്പോൾ അത്തരത്തിലുള്ള നമ്മളൊരു ഓപ്ഷൻ ബൈ സിഗ്നലല്ലോ, പക്ഷേ എന്നിരുന്നാലും 444 ബൈ ചെയ്യാൻ പറഞ്ഞ സ്ഥിതിക്ക് 446 വരെ വന്നിട്ട് വീണ്ടും തിരിച്ച് മുകളിലേക്ക് പോകുമ്പോൾ, അതായത് നമ്മുടെ എൻട്രി പ്രൈസിന് ഏകദേശം അടുത്തെത്തി തിരിച്ച് മുകളിലേക്ക് പോയി ടാർഗറ്റ് പ്രൈസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രേഡിൽ നിങ്ങൾ എൻട്രി ചെയ്യരുത് എന്നുള്ള ഒരു റൂൾസ് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. വീഡിയോയിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അല്ലാത്തവർ ചിലപ്പോൾ എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ടാവാം. ഇല്ല, ഇനി സ്റ്റോപ്പ് ലോസ് വെക്കാതെയാണ് എടുത്തതെങ്കിൽ അങ്ങനെ വെക്കാൻ പാടില്ല ഒരിക്കലും. 444 മുതൽ 449 വരെ വീണ്ടും പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏതായിരുന്നാലും അതിൽ ലോസ് ഉണ്ടാവില്ല. പ്രോഫിറ്റ് ബുക്ക് ചെയ്തവർ, അതായത് എടുത്തവർക്ക് പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നാളേക്കുള്ള 2 സ്റ്റോക്കുകൾ നോക്കാം. ഒന്നാമത്തേത് നവീൻ ഫ്ലോറാണ്. നവീൻ ഫ്ലോർ 3485 ഈ ഒരു റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, ബൈ ചെയ്യാം. 3485. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ നമുക്ക് ബൈ ചെയ്യാൻ കഴിയും. ഈ ഒരു പ്രൈസിൽ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 3485 3468 സ്റ്റോപ്പ് ലോസാണ്, ചെറിയ സ്റ്റോപ്പ് ലോസാണ് ഉള്ളത്. 3503 3512 3519 ഇങ്ങനെ 3 ടാർഗറ്റുകൾ നിങ്ങൾക്ക് വയ്ക്കാം. ഒരുപക്ഷെ അതിന് മുകളിൽ പോകാൻ സാധ്യതയുണ്ട്. പരമാവധി പ്രോഫിറ്റ് സ്റ്റോപ്പ് ലോസ് മൈനസ് ചെയ്ത് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തത് HDFC AMC ആണ്. HDFC AMCയിൽ നമുക്കൊരു സെൽ എൻട്രിയാണ് പോസിബിൾ ആയിട്ടുള്ളത്. 3750 ഇവിടെയാണ് 3750. ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുത്ത് പോകാം താഴേക്ക്. 3764 സ്റ്റോപ്പ് ലോസ് വെക്കണം. 3737 3730 3727 എന്നിങ്ങനെ ടാർഗറ്റുകൾ വയ്ക്കാവുന്നതാണ്. അതിനും താഴെ വരികയാണെങ്കിൽ
അതിനും താഴെ വരാനുള്ള സാധ്യതയുണ്ട്. പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഈ 2 സ്റ്റോക്കുകളും നിങ്ങൾ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി അനലൈസ് ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കണേ. ഞങ്ങൾ പറയുന്ന വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. കണ്ണും മൂടി ആര് പറഞ്ഞാലും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ച് ട്രേഡ് എടുക്കരുത്. നിങ്ങൾക്ക് കൂടെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, 1 hour ടൈം ഫ്രെയിമിൽ നമുക്ക് നാളെ നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഒന്ന് നോക്കാം. 3263 ആയിരിക്കും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. 23310 സെക്കൻഡ്, 23365 തേർഡ് റെസിസ്റ്റൻസ്. ഇനി സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 23202 ഫസ്റ്റ് സപ്പോർട്ടായിരിക്കും, 23135 സെക്കൻഡും 23070 തേർഡ് സപ്പോർട്ടുമായിരിക്കും. അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. 1 hourലെ ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് 49566 ആയിരിക്കും. സെക്കൻഡ് സപ്പോർട്ട് ഈ ഒരു മേഖലയിലായിരിക്കാൻ സാധ്യത, ഈ ഒരു ഏരിയയിലായിരിക്കും 49250. തേർഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് 49060. ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ടുകൾ. ഇനി റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് 49815 ആവാൻ സാധ്യത, 50100 ആയിരിക്കും സെക്കൻഡ് റെസിസ്റ്റൻസ്. അതേപോലെ തേർഡ് റെസിസ്റ്റൻസ് 50270. ഓക്കെ, അപ്പോൾ ഇതാണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നാളെ കാണാം. നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്, ജോയിൻ ചെയ്യാം. പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജനറൽ ഗ്രൂപ്പിൽ പ്രീമിയം ഗ്രൂപ്പിൻ്റെ ലിങ്കുണ്ട്, അവിടെ വന്ന് പ്രീമിയം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ബൈ. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റൻ്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും.